എടാ നമ്മള് ജോസല്ലേ നിൽക്കുന്നേ? ആ ജോസേ നീമാരോ എവിടെ അച്ഛനും മക്കളോടെ കറങ്ങാൻ ഇറങ്ങിയതാണോ? കുറച്ചാളായ അച്ഛൻ കിടപ്പായിരുന്നു വീട്ടില്. ഇന്ന് ഞങ്ങളൊന്ന് ഫ്രീ ആയപ്പോഴേ അച്ഛനെ കൊണ്ടൊന്ന് കറങ്ങാറിങ്ങിയതാ. എന്തൊക്കെയുണ്ട് മാധവേട്ടാ വിശേഷം? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. സുഖാടാ ജോസേ, കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടടാ. എങ്കിലും അയാൾക്ക് ഇത്ര ആയില്ലേ മോനെ. എടാ നിന്റെ അപ്പനിപ്പോ എങ്ങനെ ഉണ്ടടാ? അതൊന്നും പറയണ്ട, രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയി. ജോസഫിന്റെ ഉള്ള കണ്ണിന്റെ കാഴ്ചയും പോയോ? തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവന് കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടിയില്ലേ ജോസേ? അയ്യോ ഇല്ല, അത് കിട്ടില്ല, ഉള്ളതും പോയി. അടങ്ങി ഒതുങ്ങി കിടക്കത്തില്ല ചേട്ടാ. എന്റെയും ഭാര്യയുടെയും കണ്ണ് വെട്ടിച്ചങ്ങ് പുറത്തു പോകും. ഇല്ല വണ്ടിയോ വല്ലതും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആര് നോക്കും? നീ നോക്കണം. നീ അവന് ഒരു മകനല്ലേ ഉള്ളൂ, നീയാ നോക്കേണ്ടത്. ഞാനും കെട്ടിയോളും പറയുന്നത് അപ്പം കേൾക്കത്തില്ല ചേട്ടാ. അപ്പന്റെ സന്ദേശം അങ്ങ് ജീവിക്കുക. അമ്മച്ചി മരിച്ചതിന് ശേഷം അപ്പന്റെ തോന്നിയ പോലെ. ജോസഫേട്ടൻ പണ്ടേ പൊട്ടക്കണ്ണനാ. നമ്മളത് പറഞ്ഞ് കോളേജിൽ എന്തോരവനായിട്ട് കളിയാക്കുമായിരുന്നു. ഓരോ കുട്ടികളെയും അഡ്വക്കേറ്റിന്റെ മോനെ, ഡോക്ടർമാരുടെ മോനെ എന്നൊക്കെ വിളിക്കുമ്പോഴും എന്നെ വിളിച്ചിരുന്നത് പൊട്ടക്കണ്ണന്റെ മോനെന്നാ. കോളേജ് സെലിബ്രേഷൻ ഒക്കെ നമ്മളൊക്കെ അപ്പന്മാരെ കൊണ്ടുവരുമ്പം യവൻ മാത്രം ആരും കൊണ്ടുവരത്തില്ല, പൊട്ടക്കണ്ണനായിട്ടാ മാച്ച. അതൊന്നും പറയണ്ടളിയാ. കോളേജിൽ നിന്നിട്ട് സാറന്മാരെടുത്ത് എന്റെ കുറ്റങ്ങളെല്ലാം പറയും. അത് പ്രശ്നമാ. അവൻ പൊട്ടക്കണ്ണനായത് നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? അപ്പം പണ്ടെങ്ങാണ്ട് ആക്സിഡന്റ് പറ്റിയങ്ങാണ്ട് കണ്ണിന്റെ കാഴ്ച പോയതല്ലയോ? അല്ല, പണ്ട് ഹൈറേഞ്ച് മേഖലകളിൽ ഞാൻ ഓടയുടെ കോൺട്രാക്ട് എടുക്കുമായിരുന്നു. അന്ന് ഈ യൂണിയൻ നേതാക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അന്ന് എന്നോടൊപ്പം ഡ്രൈവറായിട്ട് വരുന്നവനാ എൻ്റെ അപ്പൻ ജോസഫ്. ഒരുവിധപ്പെട്ട യൂണിയൻ നേതാക്കൾക്കൊക്കെ അവനെ പേടിയാ. അവൻ എൻ്റെ കൂടെ ഉള്ളത് എനിക്കൊരു ധൈര്യവുമാണ്. ജോസഫ് ഒരു ദിവസം വന്ന് എന്നോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു. അവൻ്റെ മകൻ എന്തോ അത്യാവശ്യം ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാ പൈസ ആവശ്യപ്പെട്ടത്. പൈസ കൊടുത്ത് അവൻ പോയി. ഒരാഴ്ചയായിട്ടും കാണാതായപ്പോൾ ഞാൻ അവനെ തിരക്കി ചെന്നു. അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് അവൻ്റെ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കെട്ടിവെച്ചിരിക്കുക. അവൻ്റെ മകൻ അങ്കമാടി പഠിക്കുന്ന സമയത്ത് സഹപാഠി എങ്ങാണ്ട് മുട്ടുപിന്നുകൊണ്ട് കണ്ണിക്കുത്തി. അത് പഴുത്ത് ഇൻഫെക്ഷനായി. ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞ് കണ്ണ് മാറ്റി വെക്കണം. തൻ്റെ മകൻ ഒരു പൊട്ടക്കണ്ണനായിട്ട് ഈ ഭൂമി ജീവിക്കരുതെന്ന് ഏത് അപ്പനെ കൂട്ടും അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവൻ്റെ കണ്ണ് നിനക്ക് വേണ്ടി മാറ്റിവെച്ചത്. എടാ ജോസേ, നീ ഇന്ന് ഈ ലോകം കാണുന്നത് അവൻ്റെ കണ്ണിലൂടെയാ. ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അമ്മച്ചി എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. പാവം എൻ്റെ അപ്പൻ. എത്ര പ്രാവശ്യം ഞാൻ അവഹേളിച്ച്. നീ ദുഃഖിക്കാൻ വേണ്ടി പറയല്ല, ഇതൊന്നും ആരും അറിയരുതെന്ന് അവന് നിർബന്ധമായിരുന്നു. മധുരയിലെ ഏതോ ഹോസ്പിറ്റലിൽ വെച്ച് അന്ന് കണ്ണോപ്പറേഷൻ നടന്നത്. തൻ്റെ മകൻ കണ്ണിന് വൈകല്യമുള്ളവനായിട്ട് അറിയപ്പെടുമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇനിയുള്ള ശേഷിച്ച കാലമെങ്കിലും എൻ്റെ അപ്പനെ എനിക്ക് പൊന്നുപോലെ നോക്കണം. എനിക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് പ്രായമെത്തിയ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ നിസ്സാരത. അവരെ കൊണ്ട് ഇനി എന്ത് ഫലം? യാതൊരു കഴിവുമില്ല എന്നൊക്കെ അവർ കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം. നിങ്ങളിന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് തലമുറയുടെ തുടർച്ചയാണ്. അവരുടെ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമാണോ നിങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത്? അത് മറക്കരുത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിന് നിങ്ങളെ മക്കൾ വളർന്ന് അവരുടെ തലമുറയാവണം. അന്നേ നിങ്ങൾ ഇതൊക്കെ തിരിച്ചറിയും.